നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. രാജ്യത്തെ മികച്ച വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തി. 9 വിഭാഗത്തിലെ പ്രകടനമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തെ ഒന്നാം സ്ഥാനത്തെത്തിച്ചത്. ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് മുന്നിൽ നിന്നിരുന്ന ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പിന്നിലാക്കിയാണ് കേരളം ഈ നേട്ടം സ്വന്തമാക്കിയത്. ഈ വിഷയമാണ് ബിസിനസ് ഡയലോഗ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, പബ്ലിക് പോളിസി വിദഗ്ധ വിനീത ഹരിഹരൻ എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KN ഗോപിനാഥ്, കേരളം ബിസിനസ് ചെയ്യാൻ നല്ലതല്ലെന്ന് തെളിയിക്കാനാണ് ഇത്രയും കാലം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കേരളം അതേ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി. ഹൈടെക് വികസിത വ്യവസായങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട്. ധാരാളം വ്യവസായികൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വ്യവസായിക അന്തരീക്ഷത്തിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. KSRTC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അത്ര ആശാവഹമല്ല. ഈ റാങ്കിങ് കേരളത്തിൻ്റെ വ്യവസായിക മേഖലയിൽ എന്തു മാറ്റം കൊണ്ടുവരുമെന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിന്റെ വ്യാവസായികവൽക്കരണത്തിന് വലിയൊരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള സംസ്ഥാനത്ത് വ്യവസായങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ ഒരു നിക്ഷേപകരും ഇവിടെ വരില്ല. ഇവിടെ വന്നാൽ ഉടനെ ആ നിക്ഷേപകരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. മർക്കട മുഷ്ടിക്കാരായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഇവിടെ ശക്തമായതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നുള്ളൊരു ആക്ഷേപം കേരളത്തിനെതിരെ നേരത്തെ പോലുണ്ടായിരുന്നു. ഈ സ്ഥിതിവിശേഷത്തിന് കൂടി പരിഹാരം ഉണ്ടാവുകയാണ്. തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിയലൈസ് ചെയ്തത് സമാന്തരമായി ഇത്തരം മാറ്റങ്ങൾ ആധുനിക രംഗത്താണെങ്കിലും പുതുതലമുറ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ചെറുകിട MSMEകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടുവരുന്നതിനേറെ സഹായകമായിട്ടുണ്ട്. ഈവൻ നമ്മൾ ഇന്ന് പ്രതിസന്ധിയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല സംസ്ഥാന പൊതുമേഖല, കേന്ദ്ര പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങളുടെയും തൊഴിലാളി പ്രവർത്തനം തന്നെ ഒരു കാരണവശാലും ആ സ്ഥാപനത്തിൽ ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ തൊഴിലാളി സംഘടനകൾ ആഗ്രഹിക്കുന്നില്ല. അറ്റ കയ്യിലാണ് പണിമുടക്ക് പോലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് വരേണ്ടത്. എന്നാൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ 3 ദശാബ്ദക്കാലത്തിനിടയിൽ അങ്ങനെ ഒരു പണിമുടക്കുകൾ ഉള്ളതുകൊണ്ട് ഒരു സ്ഥാപനവും അടഞ്ഞുപോയ കേസില്ല. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ അടഞ്ഞുപോയ GTN ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ആലുവായിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി പോലും ഒരു 35 വ്യവസായങ്ങളുടെ കണക്ക് എന്റെ പക്കലുണ്ട്. അങ്ങനെ പോയിരുന്നതാണ്. അതാണ് കേരളം വ്യവസായത്തിന്റെ ശവപ്പറമ്പായി എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അടിസ്ഥാന വ്യവസായ സ്ഥാപനങ്ങളാണ്, ഉത്പാദന വ്യവസായ സ്ഥാപനങ്ങളാണ്. ആ വ്യവസായ സ്ഥാപനങ്ങൾ പോലും പഴയതുപോലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഒരു അഗ്രസീവായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ച് അവർ നടത്തുന്ന എടുത്തുചാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ആ സ്ഥാപനങ്ങൾ പൂട്ടുന്നത് എന്നുള്ള നിലയിൽ ഒരു ആക്ഷേപവും ഈ വ്യവസായങ്ങളൊന്നും അടച്ചതിന്റെ പിന്നിലുള്ള ഇല്ല. സമ്മതിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ തന്നെ ഏതാണ്ട് 20ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ലാഭത്തിലായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഈ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തുന്നത് കൊണ്ട് കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്കോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പുതിയ വ്യവസായ സംരംഭങ്ങളെ ക്ഷണിക്കുന്നതിനോ ഒക്കെയുള്ള ഒരു സമൂലമായ മാറ്റത്തിന് ഇത് കാരണമാകുമെന്ന് കരുതാൻ കഴിയുമോ? അല്ല, ഒന്ന് കേരളത്തിന് ഈ അടിസ്ഥാന വ്യവസായ സ്ഥാപനങ്ങൾ പ്രധാനമാണ്. അടിസ്ഥാന വ്യവസായ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഇപ്പോ വെള്ളം, അതുപോലെ വൈദ്യുതി, ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും ചീപ്പാണ്, നിലവാരമുള്ളതാണ്. ആ ക്വാളിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അത്തരം ചീപ്പായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലേക്ക് പല ആദ്യകാല വ്യവസായികളെയും കേരളത്തിലേക്ക് ആകർഷിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് തന്നെ SRCP ഭരിക്കുന്ന സന്ദർഭത്തിലുള്ള ആസൂത്രിത വികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പഴയ ഇന്ത്യൻ അലൂമിനിയം, കനേഡിയൻ അൽക്കാൻ കമ്പനിയുടെ ഇന്ത്യൻ അലൂമിനിയം, തിരുവനന്തപുരത്തെ പെൻപോള്, അതിനുശേഷം വന്നത്, അതുകൂടാതെ പൊതുമേഖലയിൽ പിന്നീട് മാറിയ ശേഷസായി ഗ്രൂപ്പിന്റെ FACT എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം, ഇങ്ങനെ പലതിന്റെ അടിസ്ഥാനം അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നിപ്പോ ആ അഡ്വാൻറ്റേജ് കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വസ്തുതയാണ്. റോ മെറ്റീരിയൽ എല്ലാം പുറമേ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇറക്കുമതി ഡ്യൂട്ടി ഭയങ്കരമായി വർദ്ധിച്ചുകൊണ്ട് നിലവിലുള്ള ഉത്പാദന ചെലവിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പല വ്യവസായ സ്ഥാപനങ്ങളും പൊതുമേഖല അടക്കം വലിയ തോതിൽ ശ്വാസം പൊട്ടുന്നുണ്ട് കേരളത്തിനകത്ത്. അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡുകളായ കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ ക്രൈസിസ്. ആ പരമ്പരാഗത വ്യവസായ സ്ഥാപനങ്ങളെ കുറച്ചും കൂടി അതിന്റെ ഒരു പരിഷ്കാരം നടപ്പാക്കാവുന്ന തലങ്ങളിൽ, കൈത്തറിക്ക് പകരം വേറൊന്നുമില്ല, ഹാൻഡെക്സ് കൈത്തറിക്ക് പകരമല്ല, കൈത്തറി എന്ന് തന്നെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നാലും അതിനകത്ത് വരുത്താവുന്ന പുതിയ നവീനവൽക്കരണം അല്ലെങ്കിൽ യന്ത്രവൽക്കരണം സാധ്യമായ എടുത്ത് അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം നടക്കണം. ഇന്ന് പ്രൊഡക്ടിവിറ്റി ലെവലെല്ലാം കേരളത്തിനകത്ത്
തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് സഹകരിക്കുന്നതുകൊണ്ട് അതെല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും വലിയ തോതിൽ പ്രൊഡക്ടിവിറ്റി ലെവലൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പഴയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ ഒരു ബേസിനെ നമ്മൾ മറന്നുകൊണ്ട്, ആ മുൻഗണന മറന്നുകൊണ്ട് പുതിയ ന്യൂജൻ ഇൻഡസ്ട്രീസിന്റെ ആകർഷണം വന്നുകൊണ്ട് കേരളമാകെ വ്യവസായമായി വികസിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമുക്ക് പഴയ കാലഘട്ടത്തിൽ നിന്ന് സാങ്കേതിക വിദ്യ മാറി കാലഘട്ടത്തിനനുസരിച്ച് ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ മേഖലയിൽ കുറെ മാറ്റങ്ങൾ വരണം എന്നുള്ള വാല്യൂ എഡീഷൻ കേരളത്തിനകത്ത് കേരളത്തിന്റെ വിഭവങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാല്യൂ എഡീഷൻ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ കേരളത്തിനകത്തുണ്ടായിരുന്നു. അത് നിയമങ്ങളുടേതായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പലരും പറയാറില്ലേ, വ്യവസായ വകുപ്പിനെ സമീപിച്ചാൽ ഒരു പ്രയോജനമില്ല, KSIDCയെ സമീപിച്ചാൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ കേരളത്തെക്കുറിച്ചുള്ള വ്യവസായിക കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ളൊരു പേരിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ശരിയാണ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ 2020 കേരളം 28ാം സ്ഥാനത്തായിരുന്നു. വ്യവസായം ചെയ്യാൻ ഒട്ടും പറ്റിയ നാടല്ല കേരളം എന്ന പ്രതിച്ഛായയുണ്ടായിരുന്നു. അത് മാറിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് തന്നെ പറയുന്നുണ്ട്. പ്രതിച്ഛായ മാറിയോ? ഈ വന്നിരിക്കുന്ന 1ാം റാങ്ക് എന്ന് പറയുന്നതിനെ പറ്റിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അത്യാവശ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിപ്പോ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു റാങ്കിങ് വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുകയേ ഇല്ല. അങ്ങനെ പറയാൻ പറ്റുമെന്ന് നമ്മുടെ വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നുമില്ല. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 30 മാനദണ്ഡങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താൻ, വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം 30 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 30 മാനദണ്ഡങ്ങളിൽ 9 എണ്ണത്തിൽ കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നു. 30 മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നടപ്പാക്കാനുള്ള സാധ്യതകൾ കേരളത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ അതനുസരിച്ച് ഇവിടെ വ്യവസായങ്ങൾ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്ന വ്യവസായങ്ങളെ പറ്റിയല്ല, ഇനി അങ്ങ് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഈ പറയപ്പെട്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതായത് ഇത്ര സഹായകമായ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇനി ഇതിനനുസരിച്ച് ഇങ്ങോട്ട് വ്യവസായങ്ങൾ വന്നേക്കാം എന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വ്യവസായം വരുമ്പോ തന്നെ മന്ത്രി രാജീവ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് 80,000 വനിതാ സംരംഭങ്ങൾ. അപ്പൊ കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് അദ്ദേഹം കൊണ്ടുവരുന്നത് ഈ 80,000 വനിതാ സംരംഭങ്ങളാണ്. ഏതാണ് ഈ വനിതാ സംരംഭങ്ങൾ എന്ന് മിസ്റ്റർ ജെയിംസ് ആലോചിച്ചോ? ഇത് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ആണ്. സാങ്കേതിക ടീച്ചറെ, നമ്മൾ ഈ വ്യവസായത്തിന്റെ വിവിധ വശങ്ങൾ ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ടീച്ചറിലേക്ക് മടങ്ങി വരാം. ഒരു മിനിറ്റ്, ഞാൻ ശ്രീമതി വിനീത ഹരിഹരനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, കേരളത്തിൻ്റെ സംരംഭക വർഷം പദ്ധതിയിലൂടെ തന്നെ ഏതാണ്ട് 2 വർഷത്തിനകത്ത് ഏതാണ്ട് 2.25 ലക്ഷം കമ്പനി പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16,000 കോടിയുടെ നിക്ഷേപം കഴിഞ്ഞ 5.5 വർഷം കൊണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇത് വ്യവസായിക കേരളത്തിൻ്റെ തലവര മാറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. അപ്പൊ അതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുണ്ട് എനിക്ക് ഈ ചാനൽ വഴി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് അത് വേറെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിന്റെ ഉള്ളിൽ പെടുന്നതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ്. അതിലാണ് കേരളത്തില് ഒരുപാട് പാരാമീറ്റേഴ്സിൽ 1ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പാനലിസ്റ്റ് 2 പേരും പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് ഗോപിനാഥ്ജിയും മേരി ജോർജിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി വിശദീകരിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഒരു 10 ജനകീയ കേന്ദ്രിച്ച ഒരു പരിഷ്കാരങ്ങൾ, അതില് 7 എണ്ണത്തില് കേരള ടോപ്പാണ്. 20 ബിസിനസ് സെൻട്രിക് റിഫോംസില് കേരള 2 പാരാമീറ്റേഴ്സിലാണ് ടോപ്പ് ഉള്ളത്. പക്ഷെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ 28 റാങ്ക് ആയിരുന്നു 2019. ഇപ്പോഴും നമ്മള് കേരള 15 റാങ്ക് ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 15th റാങ്ക് ആണ് കേരള. ഇപ്പോഴും പുറകോട്ടാണ് കേരള. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസില് കുറെ പാരാമീറ്റേഴ്സിൽ കേരള 1ാമത്തെ റാങ്ക് ആണ്. അത് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. എല്ലാവർക്കും അത് അറിയേണ്ട കാര്യമാണ്. കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിലല്ല ടോപ്പ് മോസ്റ്റ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ പല പാരാമീറ്റേഴ്സിൽ 1ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്, നല്ല നേട്ടം തന്നെയാണ്. ഇത് ബിസിനസ് ജനകീയ കേന്ദ്രിച്ച റിഫോംസ് ആണെങ്കിൽ 1ാമത്തെ നമ്മുടെ
ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റംസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വരുത്തിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് വിപക്ഷ കേന്ദ്ര വഴിയും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൊച്ചി പോലെ സിറ്റീസ് വേറെ കുറെ ഡിസ്ട്രിക്ട്സിലും അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസും ഫ്രണ്ട് ഫേസ്. ശ്രീമതി വിനീത ഹരിഹരൻ, അത് ശരിയാണ്, 4 മേഖലകളെ പരിഗണിച്ചാണ് ഇത് തന്നിരിക്കുന്നത്. പക്ഷെ കേരളം ഗുജറാത്തിനെയും ആന്ധ്രാപ്രദേശിനെയും എല്ലാം പിന്തള്ളിയാണ് 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. 97% മാർക്കുമാണ്. പറയൂ. അത് അറിയാം. പക്ഷേ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ഇസ് ഡിഫറെന്റ് ഫ്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ്. ഇപ്പൊ ബിസിനസ് റിഫോംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു സർട്ടൻ ആസ്പെക്ട്സ് ലൈക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ റിഫോംസ്, പോളിസി റിഫോംസ്, അതൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കുറെ ഡിജിറ്റലൈസേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ തന്നെ, സിറ്റിസൺസ് റിഫോംസിൽ ഒരു കാര്യം കേരളം പുറകിലുള്ളത് മുനിസിപ്പൽ സർവീസസ്. മുനിസിപ്പൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ലോക്കൽ ബോഡീസിൽ ചെയ്യാനുള്ള കുറെ ഡ്യൂട്ടീസ് ഉണ്ട്, ചാർട്ടർ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ ഇപ്പോഴും കേരള പുറകോട്ടാണ്. ഇപ്പൊ ബ്രഹ്മപുരം പോലെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ. അങ്ങനത്തെ കുറെ ട്രിവാൻഡ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ സോളിഡ് വേസ്റ്റ് കളക്ഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ പുറകോട്ടാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോഴും കുറെ ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുണ്ട്. Similarly, ease of doing business reforms, business reforms, not citizen reform. Business reforms la രണ്ട് ആസ്പെക്ട്സിലാണ് കേരള മുന്നോട്ടുള്ളത്. പേയിങ് ടാക്സസും ആക്സസ് ടു യൂട്ടിലിറ്റീസ് ആണ്. പിന്നെ വേറെ കുറെ കാര്യത്തിൽ കേരള ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ്, കൺസ്ട്രക്ഷൻ പെർമിറ്റ്സ് കൊടുക്കാനും ഇലക്ട്രിസിറ്റി കൊടുക്കാനും, പുതിയ ഒരു സംരംഭം തുടങ്ങിയാൽ ഇലക്ട്രിസിറ്റി എങ്ങനെ കൊടുക്കുക, ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ, ക്രെഡിറ്റ് കൊടുക്കുന്നത്, MSMEസിന് എങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുക, കോൺട്രാക്ട് എൻഫോഴ്സ്മെന്റ്, ഇൻസോൾവൻസി റിട്രസലിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, കോർട്ടിൽ ഒരുപാട് കേസസ് ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഓഫ് കേസസ് ഇൻ ദ കോർട്സ്, അതൊക്കെ കുറച്ചും കൂടി നമുക്ക് ഇംപ്രൂവ്മെന്റ്സ്. ശരിയാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KN ഗോപിനാഥ്, കേരളത്തിൻ്റെ 1ാം റാങ്കിങ് സ്ഥാനത്തേക്ക് ഉള്ള ഈ മാറ്റം നിക്ഷേപക ഒഴുക്ക് വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? പുതിയ ബിസിനസ്സുകളിലേക്കും വ്യവസായങ്ങളിലേക്കും ഒരു കാര്യമായ കുതിച്ചുചാട്ടം കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ബിസിനസ് അന്തരീക്ഷം, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും എന്ന് കരുതാൻ കഴിയുമോ? വ്യവസായങ്ങൾ വരുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്ന കാര്യത്തിലാണ് നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നമ്പർ 1 ആയി വന്നിട്ടുള്ളത്. അതേപോലെ ഈസ് ഓഫ് ഡൂയിങ് ഇൻഡെക്സിനകത്ത് നമ്മൾ വന്നിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒരു കൺസേൺ പോകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി വിനീത പറഞ്ഞപ്പോൾ അത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ, നമ്മൾ വ്യൂവേഴ്സിനെയും അടക്കം ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൊണ്ടുവരാൻ ശ്രീമതി മേരി ജോർജ് പറഞ്ഞതുപോലെ, ഇനി വരാൻ പോകുന്ന തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന ബിസിനസിന് സഹായകമാകുന്ന ഒരു നടപടിയാണിത്, അല്ലെങ്കിൽ ഈ റാങ്കിങ് അതിന് കാരണമാകും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു അവസരമാണ് ഇതെന്ന് കരുതാമോ? അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് ആ ഭാഗത്തിൽ കോൺട്രവേഴ്സിയാണ്. കാര്യങ്ങൾ അടുത്തു വരുമ്പോൾ അത് അനുഭവിക്കാനുള്ള യോഗമില്ലാതെ കാക്കയ്ക്ക് വായ്പുണ്ണ് വരും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഒരു ഫ്രേസ്. ഞാൻ പറഞ്ഞത് അതേപോലെയാണ് യഥാർത്ഥത്തിൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന തൊഴിൽ മേഖലയിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ. അത് എത്രമാത്രം കേരളത്തിന് മാത്രം ഒരു ബദൽ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ, ബദൽ നയങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിന് മാറാൻ കഴിയുന്നറിയില്ല. ഞാൻ എന്റെ മനസ്സിൽ ഓടി വരുന്നത്, നമ്മൾ ഈ റാങ്കിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് തൊഴിൽ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. പല പത്രങ്ങളും മീഡിയാസും അതുപോലെ തന്നെ ചില എന്റർപ്രണേഴ്സും അതിനെ വലിയ തോതിൽ ആഘോഷിച്ചു. കാരണം 4.25 കോടി തൊഴിലാളികൾക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ 5000 രൂപയ്ക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാ പറഞ്ഞത്. തൊഴിലില്ലായ്മ രൂക്ഷമായ സ്ഥലത്ത് ഇതെല്ലാം അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിശ്ചിതകാല തൊഴിൽ പോലും സ്ഥിരം തൊഴിലാളിയുടെ ഒരു അന്തകനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തിനാണ് ഒരാൾ 56 വയസ്സ് വരെ, എന്തിനാണ് 58 വയസ്സ് വരെ, 60 വയസ്സ് വരെ ജോലി ചെയ്യുന്നത്? ഞാനും പഠിച്ചു പുറത്തിറങ്ങിയിട്ട് കുറെ നടക്കാൻ തുടങ്ങിയല്ലോ. അതുകൊണ്ട് ഇനി കുറച്ചു കാലം ഞാനും ജോലി ചെയ്യട്ടെ എന്നുള്ളതാണ് ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിന്റെ ഒരു മഹത്വം. അതിന്റെ മറ്റൊരു രീതിയിലെ ഒരു പതിപ്പാണ് യഥാർത്ഥത്തിൽ ഇന്റേൺഷിപ്പ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങളും കൂടി സമാന്തരമായി അത്രമാത്രം യുവാക്കൾക്ക്, തൊഴിലില്ലാത്തവർക്ക് പ്രതീക്ഷയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതിനകത്ത് വേറെയും ഒരു അപകടം ഉണ്ട് എന്നുള്ളത് ആ ഭാഗത്തിന്റെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഇതിനു മുമ്പെല്ലാം സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത് CSR അല്ല ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ചിദംബരം ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് CSR എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗവൺമെന്റ് തന്നെ സാമൂഹ്യക്ഷേമം നടപ്പാക്കണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് തൊഴിൽ സൃഷ്ടിക്കുക, ദാരിദ്ര്യം പരിഹരിക്കുക, സാമൂഹ്യക്ഷേമം നടപ്പാക്കുക. ഗവൺമെന്റ് അതിൽ നിന്ന് ഡൗൺ സൈസ് ദ ഗവൺമെന്റ് പിൻവാങ്ങി അത് കമ്പനികളെ ഏൽപ്പിച്ചു. ലാഭം ഉള്ള കമ്പനികൾ അതിന്റെ 10% സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി നീക്കിവെക്കുക. ഇപ്പൊ അതിൽ നിന്നും മാറിക്കൊണ്ട് ഈ കോർപ്പറേറ്റ് കമ്പനികളോട് പറയാണ്, പ്രത്യേകിച്ച് 500 കമ്പനികളെ ലിസ്റ്റ് ചെയ്തിട്ട് 1.5 ലക്ഷം കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5000 രൂപ വെച്ചിട്ട് 5 കൊല്ലക്കാലത്തേക്ക് ആളെ എടുക്കാൻ, ഈ സാമൂഹ്യക്ഷേമം കുറച്ചിട്ട് ആ ഏരിയയിൽ നിങ്ങൾക്ക് തന്നെ ജോലിക്ക് ആളെ എടുക്കാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 5000 രൂപയ്ക്ക് ജോലി കിട്ടുന്ന അഭ്യസ്തവിദ്യനായിട്ടുള്ള ഒരു തൊഴിലാളിയുടെ ആ ജോലി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വാല്യൂ അഡീഷൻ ഉണ്ടാക്കാൻ കഴിയുക? എന്ത് നിലവാരമാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലിനുണ്ടാവുക? താങ്കളിലേക്ക് മടങ്ങി വരാം. മേരി ജോർജ്, കേരളത്തിന്റെ വികസനത്തിന്റെ പ്രധാന പ്രതിബന്ധങ്ങൾ എന്താണ്? താങ്കൾ പറഞ്ഞു വന്നതിനോട് തുടർന്ന് തന്നെ ചോദിക്കുകയാണ്, ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അതിന് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് വലിയ തോതിലാണ് 7.5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം കേരളം അർഹിക്കുന്ന ഭാഗം കേരളത്തിനും കിട്ടും. അതുപോലെ കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. പക്ഷെ ഞാൻ അതിനേക്കാൾ ഉപരി ഇപ്പോ നമ്മുടെ CITU പിന്നെ പറഞ്ഞല്ലോ, ഈ ഈസ് ഓഫ് അതായത് ഇന്റേൺഷിപ്പ് ഒരു പ്രയോജനം ചെയ്യുമോ? ശരിയാണ്, അതൊരു ഷോർട്ട് പീരീഡിലേക്കാണ്. ആ ഷോർട്ട് പീരീഡ് പക്ഷെ വളരെ പ്രധാനമാണെന്ന് നമ്മൾ ഓർക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗും ഒക്കെ പാസ്സാകുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാത്തത്? അവർക്ക് ആ ജോലി ചെയ്യാനുള്ള, അതായത് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ ആ ഇന്റർവ്യൂവിൽ അവർ ഫെയിലാകും. എന്തുകൊണ്ടാണ്? ഇന്റേൺഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിൽ ഇന്റേൺഷിപ്പ് എടുക്കാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇവിടെ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മറ്റ് ട്രെയിനിങ് മറ്റ് പ്രോഗ്രാംസോ ചെയ്യുന്ന കുട്ടികൾക്ക് ആ സ്കില്ലില്ല. അവർ തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അത് എങ്ങനെ ഒരു ജോബില് പിന്നെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് അവർക്കില്ല. അപ്പൊ അത് ഇന്റേൺഷിപ്പ് കൊണ്ടാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾക്ക് ആ ജോലി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് നൈപുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിയിൽ കയറാം. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനമായിട്ട് ഈ കഴിഞ്ഞ ഏതാനും ബജറ്റുകളിൽ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന്, അതായത് ക്യാമ്പസുകളിൽ സംരംഭകത്വം. അങ്ങനെ ക്യാമ്പസുകളിൽ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൈക്രോ സംരംഭങ്ങളായിരിക്കാം. അവിടെ ഇന്റേൺഷിപ്പ് കിട്ടുന്നു എന്ന് മാത്രമല്ല, ഈ കേരളത്തിന്റെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേണില് ഒരുപാട് പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ പിന്നെ പേരാമ്പ്രയിലുള്ള കുടുംബശ്രീയുടെ ഒരു സുഭിക്ഷ എന്ന ഒരു കുടുംബശ്രീ 7000 കുടുംബശ്രീകളുടെ ഒരു പ്രോജക്റ്റ് ആണ്. അവിടെ തെങ്ങിൽ നിന്ന് തന്നെ 41 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് എന്താണ് പറയുക, നമുക്ക് പറയാനുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ തൊട്ട് ഉള്ള ഉൽപ്പന്നം. അപ്പൊ അതുപോലെ സംരംഭക സാധ്യതകൾ ക്യാമ്പസുകളിൽ. ടീച്ചർ പറഞ്ഞതുപോലെ ഈ തരത്തില് പ്രാദേശികമായ ഒരുപാട് വ്യവസായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഒരു സ്ഥിതിക്ക് അടിസ്ഥാനപരമായി മാറ്റം വരണമെങ്കിൽ വൻ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വന്നല്ലേ പറ്റുകയുള്ളൂ. വൻ വ്യവസായങ്ങൾ വരണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഈ തരത്തില് ഇവിടുത്തെ കുട്ടികൾ തന്നെ വൻ വ്യവസായങ്ങളിലേക്ക് മാറും. അതായത് ക്യാമ്പസിലെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വഴി പിന്നെ സ്കിൽ ഉണ്ടാകുന്ന എല്ലാവരും ബിസിനസ്സിലേക്ക് വരില്ല, വ്യവസായത്തിലേക്ക് പോകില്ല. പക്ഷെ ചിലര് അതിൽ നിന്ന് സെലക്റ്റീവായിട്ട് ചിലര് വ്യവസായത്തിലേക്ക് വരും. ആ വ്യവസായങ്ങൾ നമുക്കറിയാം. ഈ മുകേഷ് അംബാനിയുടെ ഫാദർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ അദാനി എന്നാണ് ബിസിനസ്സിൽ വന്നത്? 2000-കളിലാണ് അദാനി ബിസിനസ്സിൽ വരുന്നത്. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായി തീർന്നു. അതൊക്കെ ഒരു പ്രോ കോർപ്പറേറ്റ് പോളിസി ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ശരി, എങ്കിൽ പോലും അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനെ വ്യവസായിയായി മാറിയില്ലേ? അതുപോലെയാണ് ചെറുതായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ നമ്മൾ അതുപോലെ കേരളത്തിൽ തന്നെ എനിക്ക് എടുത്തു പറയാവുന്ന പല എക്സാമ്പിൾസും ഉണ്ട്. വളരെ ചെറിയ നിലയിൽ നിന്ന് തുടങ്ങിയിട്ട് ചാക്ക് പെറുക്കിക്കൊണ്ട് നടന്ന ഒരു വലിയ ബിസിനസ്സുകാരായ അവസ്ഥ കേരളത്തിൽ തന്നെ ഉണ്ട്. തീർച്ചയായും ടീച്ചറിലേക്ക് മടങ്ങി വരാം. ശ്രീമതി വിനീത ഹരിഹരൻ, കേന്ദ്രം കേരളത്തെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പരാതി നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രമാണ് ഈ റാങ്കിങ്ങിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ പോലും ആ പരാതിക്ക് അടിസ്ഥാനമുണ്ടോ? കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന്
അത് ഒട്ടും ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു നെഗറ്റീവാണ് കേരള ഗവൺമെന്റ് വീണ്ടും വീണ്ടും പറയുന്നത്. അത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ അറിയാം. നികുതിയിലും മറ്റേ ഷെയറിലും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയിരിക്കുന്നത് 16 സംസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ നോക്കിയാൽ റെക്കോർഡ് നോക്കിയാൽ കേരളത്തിലാണ്. അതിന്റെ പുറമെ കുറെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസും സെൻട്രൽ സ്പോൺസർഡ് സ്കീംസും അതിലൊക്കെ കേരളത്തില് ഷെയർ കൊടുത്തിട്ടുണ്ട്. ഷെയർ അല്ല, കേരളത്തില് ഒരുപാട് പ്രോജക്ട്സ് വരുത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആയാലും പോർട്ട് ആയാലും അതിന്റെ വികസനത്തിനും ഒരുപാട് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. മറ്റ് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിനോടുള്ള പരിഗണന അതിനെക്കുറിച്ചിട്ടാണ് മറ്റു സംസ്ഥാന BJP കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ വിലയിരുത്തിയത്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും മറ്റും കൊടുത്തതിന്റെ 1/4 പോലും കേരളത്തിന് നൽകിയിട്ടില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതല്ലേ? അല്ല, ബീഹാറും ആന്ധ്രാപ്രദേശും മാത്രം ചൂണ്ടിക്കാട്ടി പറഞ്ഞു എന്നല്ലോ. പക്ഷെ മറ്റേ സംസ്ഥാനത്തിൽ അവർക്ക് ഷെയർ കിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഈ ഷെയർ കൊടുക്കുന്നത് ഒരു ഫോർമുല ബേസിസ് ആണ്. വെറുതെ ഒരു ആർബിട്രറി പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല. നമുക്ക് ഒരു സംസ്ഥാനത്തിന് ഒരു ഷെയർ കൊടുക്കുന്നു, വേറെ സംസ്ഥാനത്തിന് എത്ര ഷെയർ കൊടുക്കുന്നു, അതിനൊക്കെ നമുക്കറിയാം. പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഫോർമുല ഉണ്ട്, ബേസ്ഡ് ഓൺ ഇൻകം, ബേസ്ഡ് ഓൺ വേരിയസ് അതർ ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ബേസിസിലാണ്, ഒരു സയന്റിഫിക് ഫോർമുലയുടെ ബേസിസ് ആണ്, അടിസ്ഥാനത്തിലാണ് ഷെയർ കൊടുക്കുന്നത്. ഇപ്പൊ കേരളത്തില് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ഒരുപാട് കാര്യത്തിൽ, ജനകീയ കാര്യത്തിൽ കുറെ റിഫോംസ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ബിസിനസ് റിഫോംസിലും ഇനിയും കുറെ റിഫോംസ് വരുത്താനുണ്ട്. ഇപ്പൊ വന്ന പാനലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇൻഡിജിനസ് മേഖലയില് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുണ്ട്. കോയർ ആയാലും ഹാൻഡ്ലൂം ആയാലും കാഷ്യൂ ആയാലും ഒരുപാട് അവരുടെ വർക്കേഴ്സും വളരെ ഒരു പരിതാപമായ ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ. അപ്പൊ അതൊക്കെ ഒരു പുരോഗമിക്കാനും അതിന്റെ ഇംപ്രൂവ്മെന്റ്സും അതിനോട് ഫോക്കസ് ചെയ്തിട്ട് വേണം ഇനി കേരള സർക്കാർ പ്രവർത്തിക്കാനായിട്ടും. പിന്നെ അതിന്റെ സെയിം ടൈം ബാലൻസ് ചെയ്ത് പോകാനായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിന് ഫോക്കസ് ചെയ്യണം. ഹൈവേസ് വികസനം, ലോജിസ്റ്റിക്സ് വികസനം, പിന്നെ ബിറ്റ്വീൻ സ്റ്റേറ്റ്സിലുള്ള ട്രേഡിന്റെ കാര്യത്തിലും നമുക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ആവശ്യമുള്ളത് കേരളത്തിൽ. ഇത് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തമായ ബഡ്ജറ്റ് അത് ഒരു പരിശോധിക്കുന്ന ഒരു വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ഡിസ്കഷൻസ് അതിന്റെ കാര്യം നോക്കാനുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി എന്തായാലും കേരള ഗവൺമെന്റിനുണ്ട്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KN ഗോപിനാഥ്, IBM പോലുള്ള ലോകോത്തര കമ്പനികൾ അടുത്ത കാലത്താണ് കേരളത്തിലേക്ക് വന്നത്. രാജ്യത്തിൻ്റെ തന്നെ ഒരു വികസന കവാടം എന്ന് പറയാവുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടുണ്ട്. വ്യവസായ പാർക്കുകൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മെഗാ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലെ യുവജനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ മടങ്ങി വരുന്നില്ല. നമ്മൾ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോഴും കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഒരു നാണയത്തിന് 2 വശമുണ്ട് എന്ന് പറയുന്ന പോലെ, ഒന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം ഗവൺമെന്റ് കൊടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കുറെ അധികം മെച്ചം വരുന്നുണ്ട്. 57 കേരളത്തിലെ EMS ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പൊതുവിദ്യാഭ്യാസം സാർവത്രികമാക്കുക, സൗജന്യമാക്കുക എന്നുള്ളതായിരുന്നു. അല്ലാതെ ഇന്നത്തെ കാലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരു സ്വപ്നം പോലും ഉണ്ടായിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇന്നിപ്പോ 4 വരിപ്പാത 6 വരിപ്പാത ആവണം, വിമാനത്താവളങ്ങൾ വേണം, ഹൈസ്പീഡ് ട്രെയിൻ വേണം എന്നുള്ള ആവശ്യമൊക്കെ ഇന്നത്തെ തലമുറയെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമീപിക്കാതിരിക്കാൻ തോന്നിയില്ല. പഴയതിൽ നിന്ന് വ്യത്യാസമാണ്. അന്ന് വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ രംഗത്തൊക്കെ കുറെ റാങ്കിങ്ങിനകത്തൊക്കെ മെച്ചപ്പെട്ടു എന്നുള്ളതല്ലാതെ പല കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾ നല്ല വിധത്തിലേക്ക് പെർഫോം ചെയ്യുന്നു. ഗവൺമെന്റ് അതിനാവശ്യമായിട്ട് ഫെസിലിറ്റീസ് ഗവൺമെന്റിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പാർലമെന്ററി സംവിധാനത്തിനകത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാവുന്ന യൂണിയൻ ഗവൺമെന്റ് വ്യത്യസ്തമായി അതിനെ ആശ്രയിക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ ആ പരിമിതി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉണ്ട്. എന്നാൽ പഠിച്ച് പുറത്തിറങ്ങുന്നവരെല്ലാവരും കേരളത്തിൽ തന്നെ നിൽക്കുന്ന സ്ഥിതിയില്ല. അവര് നേരത്തെ ചില യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിന് പോയിരുന്നതാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി പഠനത്തിനാണ് രാജ്യത്തേക്കാണ് പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് അവര് പഠനത്തിന്റെ ഭാഗമായി ഒരു ഇൻകം കിട്ടുമോ എന്നുള്ളത് നോക്കുകയാണ്. ആ സ്ഥിതിവിശേഷവും കേരളത്തിനകത്ത് ശ്രമിക്കുന്നുണ്ട് പരമാവധി. പിന്നെ ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്നുള്ളത് ചെറിയ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, അതുപോലെ തൊഴിലില്ലായ്മയും കൂടുതലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതിന് ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പൂർണ്ണമായി അതിനെ തടയാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ പോകുന്ന സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വരാം. നേരത്തെ മാഡം പറഞ്ഞ ചില കാര്യങ്ങൾ കേരളത്തിന് ഒന്നും കേന്ദ്രം തരാതിരിക്കുന്നു എന്ന് ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾ ജെയിംസ് തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മാഡം ആ ഒരു ചർച്ച വന്നത്. ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞു.
വേറെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ചരക്ക് സേവന നികുതി വന്നപ്പോൾ ഫെഡറൽ സ്റ്റേറ്റുകളെ കൺസിഡർ ചെയ്യേണ്ട പോലെ അതിന്റെ ഒരു പീരീഡ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് പിന്നീട് കൺസിഡർ ചെയ്യാതായി. GST, സെൻട്രൽ GSTക്കകത്ത് 4% വരെ നമുക്ക് സ്റ്റേറ്റിന് കിട്ടേണ്ടത് കേരളത്തിന് മാത്രം പല റാങ്കിങ്ങിലും കേരളം മുൻപിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു തിരിച്ചടിയാവും. നമുക്കിപ്പോ 2% താഴെയാണ് അതിന്റെ ഷെയർ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നിരന്തരമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും മലയാളിയായ മാമന് അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിന് അർഹത എല്ലാം തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ചുണ്ണാമ്പ് തൊട്ട് കേരളത്തെ അടക്കം കൈകാര്യം ചെയ്യേണ്ട സംസ്ഥാനങ്ങളെയൊക്കെ അവർ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഏറ്റവും ഒടുവിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ദുരന്തം. ഒരുപക്ഷെ 2 കൊല്ലം കഴിയുമ്പോൾ അവർ പ്രഖ്യാപിക്കുമായിരിക്കാം എന്തെങ്കിലും ഒരു സഹായം. പ്രധാനമന്ത്രി തന്നെ വന്നു പോയിട്ടും ഇപ്പോഴും ആയിട്ടില്ല. BJP നേതാക്കന്മാർ പറയുന്നത് എന്റെ കണക്കുകൾ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നാണ്. ദുരന്തം ഉണ്ടായി എന്നുള്ള എല്ലാവരും കാണുന്ന ഒരു വസ്തുതയാണ്. ശ്രീമതി മേരി ജോർജ്, ഇതെല്ലാം പറയുമ്പോഴും കേരളത്തിൽ നിന്ന് കുട്ടികൾ നാടുവിട്ടു പോകുന്നുണ്ട്, കേരളത്തിൽ ഒട്ടേറെ പരാതികൾ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ റാങ്കിങ് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമല്ലേ? തീർച്ചയായിട്ടും ഇത് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. വിനീത പറഞ്ഞത് മറക്കരുത്. അതായത് ഇത് ആക്ച്വൽ പെർഫോമൻസിന്റെ ഇൻഡെക്സ് അല്ല, ഇത് ആ പെർഫോമൻസിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിന്റെ ഇൻഡെക്സ് ആണ്. അപ്പൊ ആ പശ്ചാത്തലം ഇവിടെ ഒരുക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടുതൽ ബിസിനസ്സുകൾ വരണം. അപ്പൊ ഇനി എങ്ങനെയാണ് ബിസിനസ്സുകൾ വരിക? അതിന് ഗവൺമെന്റ് സത്വരമായ നടപടികൾ, അതായത് ഇപ്പൊ മന്ത്രി രാജീവ് തന്നെ പറയുന്നത് പോലെ ക്യാമ്പസുകളിൽ നിന്ന് ഇന്റേൺഷിപ്പിനുള്ള സൗകര്യം കൊടുക്കുക, അതായത് ബിസിനസിനെ പറ്റിയുള്ള എന്താ പറയുക, നമ്മുടെ വീഡിയോസ് ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ കാണിക്കുക. അങ്ങനെ പലതരത്തിലും കേരളം വ്യാവസായിക മുന്നേറ്റത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാടിനെ ഒരു വ്യവസായ നഗരമായിട്ട് എടുത്തതും കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴിക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നതും. അത് മാത്രവുമല്ല, ഈ കൊച്ചി വ്യവസായ ഇടനാഴി 2016-17 ബജറ്റിൽ മുതൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഭൂമി ഏറ്റെടുക്കൽ ഏകദേശം ഒരു 75-80% ഭൂമി ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇനി അതിന്റെ മുന്നേറ്റം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അതിന് വേണ്ടത്ര ഒരു ഇച്ഛാശക്തി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ. കാരണം കേന്ദ്ര ഗവൺമെന്റ് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു പാലക്കാട് ഒരു വ്യവസായ നഗരമാക്കി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായം വരുമെന്ന് ഉറപ്പാണ്. അപ്പൊ സംസ്ഥാന സർക്കാരും കൂടി പ്രോ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പശ്ചാത്തല സൃഷ്ടി നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വ്യാവസായിക മുന്നേറ്റം സാധ്യമാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബ്രെയിൻ ഡ്രെയിൻ, അപ്പൊ ബ്രെയിൻ ഡ്രെയിൻ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബ്രെയിൻ ഡ്രെയിൻ ഇവിടത്തേക്കാൾ കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ ആണ് മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ ഒക്കെ ഉള്ളത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ പക്ഷേ സാധാരണ രീതിയിൽ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.6% കേരളത്തിലുള്ളൂ. അപ്പൊ ഇവിടെ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ വലിയത് തന്നെയാണ്. ആ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് അതായത് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം, അതായത് തൊഴിലാളി യൂണിയനുകളും ഗവൺമെന്റും ഒക്കെ കൂടി ഇച്ഛാശക്തിയോടുകൂടി കേരളം നന്നായേ പറ്റൂ, വ്യവസായ ഭൂപടത്തില് ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തില് വരണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ പറ്റും. തീർച്ചയായും. ഞാൻ വിനീത ഹരിഹരനിലേക്കൂടെ ഒന്ന് പോവുകയാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, കേരളത്തിൻ്റെ താങ്കൾ എന്ത് കരുതുന്നു? കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് കരുതാമോ? കേരളം നിക്ഷേപ സൗഹൃദം അല്ല എന്ന പ്രതിച്ഛായ മാറിയിട്ടുണ്ടോ? അത് മുഴുവൻ കുറെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് കേരളം. മേരി ജോർജ് പറഞ്ഞ പോലെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റിഫോംസ് നമുക്ക് ഒരുപാട് മേഖലയിൽ നമ്മൾ 1ാമത്തെ റാങ്കിൽ കിട്ടിയിട്ടുണ്ട്. റിഫോംസിൽ പോളിസി റിഫോംസ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ പോളിസിയിൽ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല, പോളിസിയുടെ ഇംപ്ലിമെന്റേഷൻ വേണം. പോളിസി റിഫോംസ് മാത്രം എടുത്തിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ മൊത്തം ഇൻഡെക്സ് നമുക്ക് മുന്നോട്ട് റാങ്ക് കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇംപ്ലിമെന്റേഷനിൽ എപ്പോഴും കുറെ ലാഗ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറെ ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞു, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എവിടേക്കാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം. അങ്ങനത്തെ കുറെ ഇലക്ട്രിസിറ്റി, സസ്റ്റൈനബിൾ ഇലക്ട്രിസിറ്റി ഫോർ MSMEs, ആക്സസ് ടു ക്രെഡിറ്റ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് റിഫോംസ് നമുക്ക് വരുത്താൻ തീർച്ചയായിട്ടും കേരള വിനീത ഹരിഹരൻ, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. വ്യവസായ സൗഹൃദം എന്ന നിലയിൽ കേരളം ഒന്നാമതെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് കേരളത്തിൻ്റെ വ്യവസായിക ഭൂപടത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് എത്താൻ സഹായകമായേക്കും. കൂടുതൽ കമ്പനികൾ കേരളത്തിലേക്ക് വരാം. തൊഴിൽ മേഖലയിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ യുവജനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം
വളരെ പോസിറ്റീവായ മാറ്റത്തിന് ഈ റാങ്കിംഗ് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത ശ്രീ KN ഗോപിനാഥ്, ശ്രീമതി മേരി ജോർജ്, ശ്രീമതി വിനീത ഹരിഹരൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.